എനിക്ക് പറയാനുള്ളത് ശ്രീ സുരേഷ് സാറ് സംസാരത്തിന്റെ ഇടയില് ഒരു വാക്ക് അബദ്ധത്തിനാണ് പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഹിന്ദു തീവ്രവാദി എന്നൊരു വാക്ക് അദ്ദേഹത്തിന്റെ ആ അവസരം ഹിന്ദു തീവ്രവാദികൾ ഉണ്ടോ എന്നുള്ള കാര്യം ഞാൻ പറയുന്നത്. ഹിന്ദു തീവ്രവാദികൾ അങ്ങനെ ഒരു വാക്കേ ഇല്ല സാറേ. ലോകത്തുള്ള ഒരു ഹിന്ദുവിനും തീവ്രവാദിയാകാനോ ഭീകരവാദിയാകാനോ സാധിക്കില്ല. ഈ സാഫ്രൺ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കണം തീവ്രവാദമല്ല. അല്ലല്ല, ഞാൻ ക്രിസ്ത്യാനിയും മുസ്ലിമും ഇല്ലാത്ത രാജ്യം. എത്ര സമയമായി അതേ കാത്തിരിക്കുന്നു. എന്താന്ന് പറയും ഈ മുസ്ലിങ്ങൾ ക്രിസ്ത്യാനി ഇല്ല, പ്ലീസ് ഇല്ല, മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികളും ഇല്ലാത്ത രാജ്യം എന്ന് എഴുതിയില്ല. അപ്പൊ ഇതിന് മറുപടി ഹിന്ദു തീവ്രവാദി എന്നൊരു വാക്കേ ഇല്ല. ഹിന്ദു തീവ്രവാദി എന്നൊരു വാക്കേ ഇല്ല. 2006 പ്ലീസ് വെറുതെ ഒന്നുമല്ല. ദിഗ്വിജയ് സിംഗ് ഗോൾവാൾക്കർ എഴുതിയ വാചകം പറയുന്നത്. ശരിയാണ്, പക്ഷെ സാർ ഇങ്ങനെ വെറുതെ പുലഭ്യം പറഞ്ഞോണ്ടിരുന്നിട്ട് ഒരു കാര്യവുമില്ല. ഞങ്ങൾക്കുള്ള അവസരം ഹിന്ദു മുസ്ലിമും ഞാനല്ല പുലഭ്യം. അദ്ദേഹത്തിനുള്ള അവസരം പറഞ്ഞ പുലഭ്യമാണോ? പറയട്ടെ, അതെ പറയട്ടെ, അനിൽ പറയട്ടെ. സൈലന്റ് ആക്കൂ. യെസ്, അഡ്വക്കേറ്റ് അനിൽ കണ്ടിന്യൂ ചെയ്യൂ. ഹിന്ദു തീവ്രവാദി എന്നൊരു വാക്കേ ഇല്ല. നമ്മൾ ഒരു ചരിത്രത്തിലേക്ക് പോകുമ്പോൾ 2006 തൊട്ട് 2010 വരെ ഭാരതം ഭരിച്ചിരുന്ന ആഭ്യന്തരമന്ത്രി ചിദംബരം എന്ന് പറയുന്ന ആരായിരുന്നു? അദ്ദേഹത്തിന്റെ ആഭ്യന്തര വകുപ്പിലെ അദ്ദേഹത്തിനോടൊപ്പം ഇന്റേണൽ സെക്യൂരിറ്റിയുടെ ചുമതല വഹിച്ചിരുന്ന ഒരു IAS ഓഫീസർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് RVS മണി എന്നായിരുന്നു. രാമസ്വാമി വെങ്കിട്ട സുബ്രഹ്മണ്യ മണി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഒരു പുസ്തകം സർവീസിൽ നിന്ന് പെൻഷൻ പറ്റിയതിനു ശേഷം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിന്റെ പേര് ദ മിത്ത് ഓഫ് ഹിന്ദു ടെറർ എന്നാണ്. അല്ലെങ്കിൽ അതിനെ വേറൊരു രീതിയിലും പറയാറുണ്ട്, ഹിന്ദു ടെറർ ഇൻസൈഡർ അക്കൗണ്ട് ഓഫ് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് 2006-2010. അതിനകത്ത് പറയുന്നൊരു കാര്യമുണ്ട്. നമ്മൾ നേരത്തെ സംസോദ സ്ഫോടന കേസ്, സ്വാതി റിധംബര തുടങ്ങിയ കുറെ ആൾക്കാരെയൊക്കെ പ്രതികളായിട്ടുള്ള ഹിന്ദു തീവ്രവാദികൾ എന്ന് മുദ്ര കുത്തിക്കൊണ്ട് കേസെടുത്ത സംഭവങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ വാക്കുകൾ 2006-2010 കാലത്ത് ചിദംബരത്തിന്റെയും സോണിയാഗാന്ധിയുടെയും ബുദ്ധിയിൽ ഉദിച്ചിട്ടുള്ള വാക്കുകളും ഈ ഇസ്ലാമിക തീവ്രവാദ പ്രവർത്തനത്തിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളതുമായ വാക്കാണ് ഹിന്ദു തീവ്രവാദി എന്നുള്ളത്. ഹിന്ദു തീവ്രവാദം എന്ന് പറയുന്ന ഒരു സംഭവം ലോകത്ത് ഒറ്റ രാഷ്ട്രങ്ങളിലുമില്ല. ഇന്ന് ശ്രീ അബ്ദുള്ള സാറിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ടല്ലോ, ആരും എന്താണ് പ്രതികരിക്കാത്തതെന്ന് ചോദിച്ചു. നാളെ പ്രതികരിക്കും. എന്തായിരിക്കും അവർ പറയുന്നതെന്നറിയാവോ ശ്രീ അനിൽ നമ്പ്യാരെ? ഈ ഭാരതത്തിൽ RSS എന്ന് പറയുന്ന പ്രസ്ഥാനം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നതെന്ന് അവർ പറയുന്നു. ലോകത്തെ ഈ ഭാരതത്തിൽ മാത്രമല്ലേ ഉള്ള RSS, അല്ലെ വേറെ ചില രാഷ്ട്രങ്ങളിലും ഉണ്ടാകാം. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ, നൈജീരിയയിൽ എത്ര RSS ഉണ്ടായിട്ടാണ് ബോക്കോ ഹറാം എന്ന് പറയുന്ന ഇസ്ലാമിക തീവ്രവാദി സംഘടന നൂറുകണക്കിന് ആയിരക്കണക്കിന് ആൾക്കാരെ കൊല്ലുന്നത്? സുഡാനിൽ എത്ര RSS ഉണ്ടായിട്ടാണ് അവിടുത്തെ ക്രൈസ്തവരെ കൊല്ലുന്നത്? അഫ്ഗാനിസ്ഥാനിൽ തമ്മിത്തല്ലി കൊല ചെയ്യുന്നത് എത്ര RSS ഉണ്ടായിട്ടാണ്? പാകിസ്ഥാനിൽ എത്ര RSS ഉണ്ടായിട്ടാണ്? സിറിയയിലും പാലസ്തീനിലും ഒക്കെ എത്ര RSS ഉണ്ടായിട്ടാണ് ഇവരൊക്കെ പ്രവർത്തിക്കുന്നത്? അതൊന്നുമല്ല. ഈ ഇസ്ലാമിന്റെ സംഭവം എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ട് അരാജകത്വം വേണം. ലോകത്തെ ഭീകരവാദം ചുറ്റിത്തിരിയുന്നത് ഈ ഇസ്ലാമിക തീവ്രവാദത്തിൽ തന്നെയാണ്. ഒസാമ ബിൻ ലാഡൻ വന്നതിന് ശേഷം അതിന് ഒരു ഏകീകരണ സ്വഭാവം ഉണ്ടായി. സിറിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അതിന് ഫണ്ട് കൊടുക്കാൻ തുടങ്ങി. ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അത് സ്പോൺസർ ചെയ്യാൻ തുടങ്ങി. അതാണ് ഈ ഭാരതത്തിൽ കാണുന്നതും. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ജമ്മു കാശ്മീർ എന്ന് പറയുന്ന സ്ഥലമുണ്ടല്ലോ, ജമ്മു കാശ്മീരിൽ എത്രമാത്രം ഹിന്ദു പണ്ഡിറ്റുമാരാണ് ഈ ഇസ്ലാമിക തീവ്രവാദ ഭീകര പ്രവർത്തകരുടെ കൈകളാൽ കൊല്ലപ്പെട്ടതെന്ന് നമ്മൾ നോക്കണം. ആയിരങ്ങളാണ്. അത് വെടിയുണ്ടയേറ്റോ ബോംബ് സ്ഫോടനത്തിലോ കൊല്ലപ്പെട്ടവരുടെ മാത്രം എണ്ണമാണ് നമ്മൾ എപ്പോഴും കണക്കുകളിൽ ഉദ്ധരിക്കുന്നത്. അത് തീർത്തും തെറ്റാണ്. അല്ലാതെ ഹൃദയം പൊട്ടി മരിച്ചുപോയ ആൾക്കാർ,
അവരുടെ കൊട്ടാരങ്ങളിൽ വസിച്ചതിന് ശേഷം തെരുവോരങ്ങളിലേക്ക് വലിച്ചെറിയപ്പെട്ടതിന്റെ ഭാഗമായിട്ട് തണുത്തു വിറച്ച് മരവിച്ചു പോയവർ, തങ്ങളുടെ പെൺമക്കളെ ബലാത്സംഗത്തിന് ഇരയായി എന്ന് മനസ്സിലായപ്പോൾ ഹൃദയം പൊട്ടി മരിച്ചുപോയ അമ്മമാർ, തങ്ങളുടെ സ്വത്തുക്കൾ കൺമുമ്പിൽ കത്തിയെഴുതുന്നത് കണ്ടുകൊണ്ട് മരണപ്പെട്ടു പോയിട്ടുള്ള എത്രയോ ഹിന്ദു പണ്ഡിറ്റുമാരായിട്ടുള്ള സഹോദരങ്ങൾ. അതുകൊണ്ട് ഭാരതത്തിലെ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ഇരകൾ എന്ന് പറഞ്ഞ ഹിന്ദു മതത്തിലുള്ള ആൾക്കാർ തന്നെയാണ്. നമ്മൾ ഇന്നലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ടല്ലോ. നേരത്തെ ശ്രീ ആരിഫ് ഹുസൈൻ സൂചിപ്പിക്കുകയുണ്ടായി, റിസിൻ എന്ന് പറയുന്ന ഒരു വിഷത്തിനെ പറ്റി. മണവുമില്ല രുചിയുമില്ലാത്ത വിഷം. എന്തിനായിരുന്നു അദ്ദേഹം അത് ഉണ്ടാക്കിയത്? അദ്ദേഹം ചൈനയിൽ പോയി MBBS പഠിച്ചത് ഇത്തരത്തിലുള്ള വിഷം ഉണ്ടാക്കാനാണ്. ഹൈന്ദവ ആരാധനാലയങ്ങളിലെ തീർത്ഥക്കുളത്തിലും തീർത്ഥ കിണറുകളിലും അവിടുത്തെ പ്രസാദങ്ങളിലും ഈ റിസിൻ കലർത്തിയതിനു ശേഷം ആയിരക്കണക്കിന് ആൾക്കാരെ കൊല്ലുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം മാത്രമായിരുന്നു ഡോക്ടർ അഹമ്മദ് മുഹമ്മദ് സെയ്ദിനുണ്ടായിരുന്നെന്ന് വളരെ വ്യക്തമാണ്. ഈ ഒരു അവസരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ശബരിമല തീർത്ഥാടനം തുടങ്ങുകയാണ്. ഈ ശബരിമല തീർത്ഥാടന കാലഘട്ടത്തില് നമ്മൾ ശ്രദ്ധിക്കുക, അവിടുത്തെ എല്ലാ ഭക്ഷണ വിതരണത്തിന്റെയും ടെൻഡർ പിടിക്കുന്നത് ചില ജിഹാദി ശക്തികൾ തന്നെയാണ്. അത്തരത്തിലുള്ള കാര്യങ്ങളെ പറ്റി കൂടി അന്വേഷണം ഈ അവസരത്തിൽ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. കാരണം അവരെന്തൊക്കെ കൃത്രിമങ്ങൾ ആഹാര വസ്തുക്കളിൽ കാണിച്ചായിരിക്കും ശബരിമലയുടെ ചൈതന്യവും ശബരിമല സന്ദർശിക്കുന്ന, ശബരിമലയിൽ ദർശനം നടത്താൻ എത്തുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് അയ്യപ്പ ഭക്തന്മാർക്ക് ഏതെങ്കിലും ഒക്കെ ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടാക്കത്തക്ക രീതിയിൽ ഏതൊക്കെ റിസിൻ കലർത്തുമെന്നുള്ള കാര്യത്തിൽ ഇവിടുത്തെ ആൾക്കാർ ഇപ്പോൾ ആശങ്കാകുലരാണ്. കാരണം ഇന്ന് സംഭവിച്ചത് നാളെയും സംഭവിക്കാം. ഇത്തരത്തിലുള്ള മിടുക്കന്മാരായ ധാരാളം വ്യക്തികൾ കേരളത്തിലും തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നുണ്ട്. ഇന്നും ജയിലിൽ കിടക്കുന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ, ഹൈക്കോടതിയിലെ ഒരു അഭിഭാഷകൻ, ഒരു ചെറുപ്പക്കാരന് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ നേതാവായിരുന്നു. അദ്ദേഹം എന്താണ് ചെയ്തിരുന്നത്? ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുകയും ആൾക്കാരെ കൊല്ലാൻ പഠിപ്പിക്കുകയും ചെയ്ത അഭിഭാഷകൻ കിടപ്പുണ്ട്. അതേപോലെ ധാരാളം ഉയർന്ന വിദ്യാഭ്യാസമുള്ള ആൾക്കാർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇവിടുത്തെ സാധാരണക്കാരനായ ഹിന്ദുവിന്റെ ഉറക്കം നഷ്ടപ്പെടുകയാണ്. ഇവിടെ ഹിന്ദുവിന് ഒരു കാലത്തും തീവ്രവാദിയാവാൻ സാധിക്കില്ല. ഇവിടെ ഇസ്ലാമിക തീവ്രവാദമേ ഉള്ളൂ ലോകം മുഴുവൻ. ശ്രീ ആരിഫ് ഹുസൈൻ സൂചിപ്പിച്ചതുപോലെ ഐക്യരാഷ്ട്ര സംഘടനയുടെ കണക്കനുസരിച്ച് 100-150ഓളം വരുന്ന തീവ്രവാദി സംഘടനകള് മാവോയിസ്റ്റ് പ്രസ്ഥാനങ്ങളായിട്ട് ഒരു 5-6 പ്രസ്ഥാനങ്ങളും ക്രൈസ്തവ പ്രസ്ഥാനങ്ങളായിട്ട് 5-6 കഴിഞ്ഞാൽ 100ഓളം പ്രസ്ഥാനങ്ങള് ഇസ്ലാമിക തീവ്രവാദ പ്രസ്ഥാനങ്ങൾ തന്നെയാണ്. ഇവിടെ ഒരൊറ്റ ഹൈന്ദവ തീവ്രവാദ പ്രസ്ഥാനവുമില്ല. ഇത് ഈ ചിദംബരത്തിന്റെ സോണിയാഗാന്ധിയുടെയും ബുദ്ധിയിൽ ഉദിച്ചതാണ് സാഫ്രൻ ടെററിസം എന്ന വാക്ക്. അതാണ് ആഭ്യന്തര വകുപ്പിലെ ആ ചുമതല വഹിച്ചിരുന്ന ശ്രീ RVS അദ്ദേഹത്തിന്റെ ശ്രീ സുരേഷ് കൊച്ചാട്ടിൽ അതിലൊരു ക്ലാരിഫിക്കേഷൻ വരുത്താം താങ്കളുടെ ആ സ്റ്റേറ്റ്മെന്റ്. ജനം ടിവിയിലുള്ളപ്പോ അവിടെ CEO ആയപ്പോ ഞാൻ അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്തു. നമ്മുടെ ടേപ്പ് ഇപ്പോഴും ഉണ്ട്, നമ്മുടെ യൂട്യൂബിൽ കാണാം. അതിൽ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിന്റെ പുസ്തകത്തിലുണ്ട്, ഞാനത് റിവ്യൂ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ ഈ സ്റ്റേറ്റ്മെന്റ് തുടങ്ങി വെച്ചത് ദിഗ്വിജയ് സിംഗ് ആയിരുന്നു. ബിക്കോസ് ദിഗ്വിജയ് സിംഗ് ഒരു ദിവസം അദ്ദേഹത്തിന് അണ്ടർ സെക്രട്ടറി ഹോം ആയിരുന്ന സമയത്ത് വിളിച്ച് ഹേമന്ത് കർക്കരയുടെ മുമ്പിൽ വെച്ച് കൊടുത്തൊരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു, ഹിന്ദു തീവ്രവാദികളെ പിടിക്കുക. അപ്പൊ ഞാൻ പറയാൻ കാരണം, ആ ഹൈദരാബാദിന്റെ ഒരു ഇൻസിഡന്റിൽ ഹിന്ദു തീവ്രവാദിനെ കൊണ്ടുവരാൻ നോക്കിയിട്ടാണ് സ്വാമി അസീമാനന്ദനെ കയറ്റിയത് ഇവരെല്ലാം കൂടി. അവിടെ നിന്നാണ് തുടങ്ങി വെച്ചത്. അതിൽ ഞാൻ ഹിന്ദു തീവ്രവാദം ഉണ്ടെന്നല്ല പറഞ്ഞത്. അതാണ് എനിക്ക് ക്ലാരിഫൈ ചെയ്യുന്നത്, വേറെ ഒന്നല്ല. ഇതാണ് മെയിൻ ആയിട്ട്. ഓക്കെ ഏതായാലും ഇസ്ലാമിക ഭീകരവാദത്തിന്റെ അടിവേര് അറുത്തേ മതിയാവൂ. ഗൂഢാലോചനയുടെ കേന്ദ്രം കണ്ടെത്തുമെന്നും ഡൽഹി സ്ഫോടനത്തിന്റെ ഉത്തരവാദികളെ നിയമത്തിന് മുന്നിലെത്തിക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഭീകരാക്രമണത്തിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും വളരെ ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ വെറുതെ വിടില്ല, നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരും. നമുക്കെന്തായാലും കാത്തിരുന്ന് കാണാം. പക്ഷേ ഒരു കാര്യം എല്ലാവരും ഓർത്തു വയ്ക്കേണ്ടതാണ്, അപകടം പതിയിരിക്കുകയാണ്.